ഏതൊരു യാത്രക്കൊരുങ്ങുമ്പോഴും അല്ലാഹു തആല വളരെ കൃത്യമായി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന സംഗതി എന്താ നിങ്ങൾ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ദീർഘമായ യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ, അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലുള്ള 2-3 ദിവസത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രക്കൊരു ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കൂലേ? നമുക്ക് വസ്ത്രങ്ങൾ വേണം, ഭക്ഷണത്തിൻ്റെ ആവശ്യം വേണം, താമസ സ്ഥലങ്ങൾ വേണം, മരുന്നോ മറ്റോ വേണമെങ്കിൽ അത് വേണം, വെള്ളമൊക്കെ കൊണ്ടുപോകാൻ സംവിധാനം വേണം. ഇങ്ങനെ കുറേ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ യാത്രക്കിറങ്ങുക. അതേപോലെ പ്രധാനമായിട്ടും യാത്രയിലെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഹോട്ടൽ എവിടെ, കിച്ചൺ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലാഹു തആല പറയുന്നത് തസവ്വദു, സാദ് എന്ന് പറഞ്ഞാൽ, സാദ് സായ് അലിഫ് ദാല്, സാദ് എന്ന് പറഞ്ഞാൽ യാത്രാവേളയിൽ ആവശ്യമായ ഭക്ഷണത്തിനാണ് സാദ് അറിയാം. മലയാളത്തിൽ എന്ത് പറയും? പാഥേയം എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അതാണ് ആ സംഗതി. അപ്പം വതസവ്വദു, നിങ്ങൾ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ സാദ്, ആ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെക്കണം. എന്നിട്ട് അള്ളാഹു പറയണേ ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഒരു യാത്രാ സമയത്ത് നിങ്ങൾ ഒരുക്കി വെക്കേണ്ട പാഥേയത്തിൽ, ആ സാദിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പാഥേയം, യാത്രാ വിഭവം തഖ്വയാവണം. കാരണം യാത്രാ സമയത്താണ് പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാറ്. നമ്മുടെ മനസ്സിന്മേൽ നമുക്കുണ്ടായ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന ആ സുരക്ഷിതത്വം, നമ്മുടെ നന്മയെക്കുറിച്ചുള്ള ബോധം, ധാർമ്മികതയെക്കുറിച്ചുള്ള ബോധം, ഇതൊക്കെ പലപ്പോഴും നഷ്ടപ്പെടൽ എപ്പോഴാണ്? യാത്ര. കാരണം പരിചയമില്ലാത്ത ഇടങ്ങൾ, പരിചയമില്ലാത്ത ആളുകൾ, ചില തെറ്റുകൾക്കൊക്കെ ഇപ്പം ചില എന്താ പറയുക, ഫിലിപ്പീൻസ്, തായ്ലൻഡ് വഴിക്കൊക്കെ ചില കച്ചവട ആവശ്യാർത്ഥം യാത്ര പോയ ആളുകൾ പോലും ജീവിതത്തിൽ സംഭവിച്ച അബദ്ധകരമായ വൻ തെറ്റുകളെക്കുറിച്ച് പിന്നീട് സങ്കടപ്പെടാറുണ്ട്. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹോട്ടലിലൊക്കെ റൂം എടുത്താൽ ഇങ്ങനെ ഓരോ 30 മിനിറ്റിൽ മുട്ടുന്നതാണ്. പെൺകുട്ടികൾ വന്നിട്ട് വേണോ 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 വിളിച്ചുകൊണ്ട് പൈസ പറഞ്ഞുകൊണ്ട് പല പ്രായം, പല ആൾക്കാർ. അവിടെയൊക്കെ നമ്മൾ വേണ്ട എന്ന്, നോ എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾ, നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വേണം, തഖ്വ. അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് പെട്ടുപോകും, വേണ്ടാത്തരങ്ങളിൽ പെട്ടുപോകും, കബളിപ്പിക്കപ്പെടും, പറ്റിക്കപ്പെടും, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് തഖ്വയാണ്. എന്താ തഖ്വ പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം നഷ്ടമാകുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇതാണ് തഖ്വ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയും ഈ യാത്രാവേളയിൽ എൻ്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെട്ടുകൂടാ. 2, അള്ളാഹു വിരോധിച്ച ഒരു കാര്യവും ഈ യാത്രാവേളയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടാ. തഖ്വ. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒറ്റക്കോ കൂട്ടമായിട്ടോ നമ്മുടെ മക്കളോ കുടുംബോ സുഹൃത്തുക്കളോ ഒക്കെ യാത്രക്കൊരുങ്ങുമ്പോൾ അവരോട് നമ്മൾ, മോനെ യാത്രക്ക് വേണ്ട ഒരുക്കൊക്കെ റെഡിയായില്ലേ, ഭക്ഷണമൊക്കെ ടിക്കറ്റൊക്കെ എടുത്തുക്കണോ, ഹോട്ടലിൻ്റെ റിക്കൊക്കെ ശരിയല്ലേ, യാത്രയ്ക്ക് ശരിയല്ലേ, ബ്ലാങ്കറ്റും കാര്യമൊക്കെ എടുത്തിട്ടില്ലേ, അവിടെ ഭയങ്കര തണുപ്പാട്ടോ, ഇതൊക്കെ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താ? നിങ്ങൾ മോനെ തഖ്വ, അള്ളാനെ മറക്കരുത് കേട്ടോ. ഏത് സ്ഥലത്ത് ചെന്നാലും എവിടെ ചെന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം കേട്ടോ എന്ന് മക്കളോട് പറയാനും നമ്മുടെ യാത്രകളിൽ അത് സൂക്ഷിക്കാനും. ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൂടി നമ്മൾ ISMൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ ലഹരിയുമായി ബന്ധപ്പെട്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില ചെറുപ്പക്കാരോടൊക്കെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന ചോദ്യത്തിന് പലരുടെയും മറുപടി ഒരേ മറുപടിയാണ്, ഒരു യാത്രാവേളയിലാണ്, ഒരു ഉല്ലാസയാത്രയിലാണ്, കൂട്ടുകാരുമൊത്തുള്ള യാത്രയിലാണ്. അപ്പോഴോ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ആ തണുപ്പുള്ള സമയത്ത് ഈ സാധനം കൊണ്ടുവന്ന് ചൂടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ആ തണുപ്പ് മാറിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ചൂടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തിരിച്ചു നടക്കാൻ പറ്റണില്ല അല്ലേ? ഇങ്ങനെ കുറേ പ്രശ്നം, വ്യഭിചാരമടക്കമുള്ള ഒരുപാട് തിന്മകൾ വർദ്ധിക്കാറുള്ളത് യാത്രാവേളയിലെ ചില സൗകര്യപ്രദമായ അവസരങ്ങളിലും അവസ്ഥകളിലുമാണ്. അതുകൊണ്ട് ഏത് യാത്രക്കൊരുങ്ങുമ്പോഴും നമ്മളൊക്കെ യാത്ര നല്ലതാണ്, യാത്ര പോകണം. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നമുക്ക് കൈവിട്ട് പോകാതിരിക്കാൻ അവരെ ഒറ്റയ്ക്ക് നമ്മൾ യാത്രകൾക്ക് അനുവദിക്കുന്നതിന് പകരം ഓരോ ഒഴിവ് സമയങ്ങളിലൊക്കെ അതിന് എത്ര പൈസ ചിലവാക്കാണ്ടി വന്നില്ല, എൻ്റെ കയ്യിൽ കാശില്ല, പൈസയൊക്കെ അങ്ങനെ അനാവശ്യമായിട്ട്
യാത്രകൾ അനാവശ്യമല്ല. പുതിയ കാലത്ത് യാത്രകൾ ആവശ്യമാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നമ്മൾ നല്ല യാത്രകൾ പോകണം. പക്ഷേ ആ യാത്രയിലൊക്കെ തെക്കുവയാവണം നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ. തെക്കുവല്ലാത്ത യാത്ര വെറുതെ, അത് ഏറ്റവും അപകടം ചെയ്യും. ഒരിക്കൽ ഗൾഫിലുള്ള സമയത്ത് അവിടെ സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിനോട് പറയും, വലിയ നമുക്കൊരു ഉംറക്ക് പോയാലോ? അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഏകദേശം സൗദി അറേബ്യയിൽ നിന്നൊരു 350-400 കിലോമീറ്ററോളം അകലെയുള്ള പ്രദേശത്താണ്. അപ്പോൾ ഉംറക്ക് പോകല്ലേ? അപ്പോൾ ഞാൻ ചെന്ന ഉടനെയാണ് ആയിക്കോട്ടെ എന്നാൽ ഉംറക്ക് പോകാം, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റെൻ്റേ കാർ എടുത്ത് പോകാറ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബസ് അതിനേക്കാൾ എളുപ്പം റെൻ്റേ കാറാണ്. അപ്പോൾ റെൻ്റേ കാർ എടുത്തിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രക്രിയ ഞാൻ കണ്ട എന്താ വെച്ചാൽ, ഈ ഇന്നത്തെ റെൻ്റേ കാറിൻ്റെ നിയമവും അന്നത്തെ നിയമം ഒരു വ്യത്യാസമുണ്ട്. അന്നത്തെ റെൻ്റേ കാറിൽ ഒരു മിനിമം കിലോമീറ്റർ ഫ്രീ ആണ്. അതിൻ്റെ മേലേക്ക് ഓടിയാൽ പിന്നെ ആ കിലോമീറ്റർ വെച്ച് കണ്ട് ക്യാഷ് കൊടുക്കണം. അങ്ങനെ ഒരു നിയമം ഉണ്ട് അത്ര. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വണ്ടി കിട്ടിയാൽ ഉടനെ ബോണറ്റൊക്കെ തുറന്നിട്ട് ആ കിലോമീറ്ററിൻ്റെ കേബിൾ ഊരിടുകയാണ്. കിലോമീറ്റർ കേബിൾ ഊരിട്ടിട്ട് പിന്നെ തിരിച്ചെത്തുമ്പോൾ രണ്ടാമത് കൊടുക്കും. അപ്പോൾ നമ്മൾ മിനിമം കിലോമീറ്ററിലേക്ക് ആരാം വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ ആ മിനിമം കിലോമീറ്ററിൻ്റെ പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഞാനോട് ചോദിച്ചു, ഇതൊരു ചതിയല്ലേ? അപ്പോൾ ഇന്നോട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ചെയ്യൽ. ഞാൻ പറഞ്ഞു, നമ്മൾ പോണേ എന്തിനാ? ഉംറക്കല്ലേ? നമ്മൾ അള്ളാൻ്റെ കൂലി കിട്ടാൻ വേണ്ടി ഉംറക്ക് പോകുമ്പോൾ ഈ ജാതി കാര്യങ്ങൾ ചെയ്താൽ നമ്മളാ പോക്ക് വെറുതെ ഒന്നുമല്ലാതെ വല്ല. അപ്പോഴാണ് സത്യത്തിൽ ആ സഹോദരന്മാർ അങ്ങനെയാണല്ലേ, അവർക്ക് തെറ്റായി തോന്നിയില്ല. അത് അവരുടെ അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവും. സാധാരണ ആളുകൾ ചെയ്തു വരുന്ന ചില തിന്മകളുണ്ടാവും. ഇപ്പം ഈ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൈക്കൂലി വാങ്ങണോനും കൊടുക്കണോനും ശപിക്കപ്പെട്ടവരാണെന്നാണ്. എന്നാൽ നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ 10 റുപ്യ കൊടുത്താൽ കാര്യങ്ങൾ നടക്കും, വേഗം നടക്കും. അതുകൊണ്ട് ആ കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തൊരു 500 നോട്ട് വെച്ചുകൊണ്ട് ഒരു തെറ്റായിട്ട് പോലും ആൾക്കാർക്ക് തോന്നുന്നില്ല. അതൊരു സാമ്പ്രദായികമായ ഒരുപാട് ആൾക്കാർ ചെയ്ത് അതിനൊരു ഭാഗമായ സംഗതിയാണ്. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു തിന്മ അള്ളാഹ് ഖുർആനിൽ പറയണേ, ഒരു നന്മ അത് ചെയ്യാൻ ഒരാളും ഇല്ല എങ്കിൽ പോലും ആ നന്മ തന്നെയാണ്. അത് ചെയ്യാൻ ആരുമില്ല, പക്ഷെ ആ നന്മ തന്നെയാണ്. എന്നാൽ ഒരു തിന്മ അതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ തിന്മല്ലാതാവില്ല. അങ്ങനെ തിന്മ തന്നെയാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ യാത്രാവേളയിൽ നമ്മൾ നല്ല തെക്കുവയുള്ളവരാവാനും ആ തെക്കുവ കൂടെ ഉണ്ടാവാനും അത് അവസാനം വരെ ഉണ്ടാവാനും അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ആ തെക്കുവക്ക് നിരക്കാത്തതൊക്കെ നേരത്തെ വെട്ടി നമ്മൾ യാത്രകൾ ക്രമീകരിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഒരു യാത്രക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പൈശാചികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പ്രാർത്ഥനയാണല്ലോ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. ഈ ഒരു യാത്രയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായ കാര്യങ്ങളേക്കാരം. ഒരു വണ്ടി പെട്ടെന്ന് വിജനമായ ഒരു സ്ഥലത്ത് പെട്ടെന്ന് കേടുവരിക, അല്ലെങ്കിൽ അപകടത്തിൽ പെടുക, അല്ലെങ്കിൽ വണ്ടി മറിയുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക, പല കാര്യങ്ങളുണ്ടാവാം. നമ്മുടെ കയ്യിലേ അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയട്ടോ, ഇദാ ഖറജ റജുലു മിൻ ബൈത്തിഹി, ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഫഖാല, അവൻ ഇപ്രകാരമാണ് പറയേണ്ടത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വളരെ അർത്ഥവത്തായ ഭാരപ്പെട്ട ഒരു വചനാണ് ബിസ്മില്ലാ. ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ബിസ്മില്ലാ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. പടച്ചോനെ, നിന്റെ കാര്യം യാത്രയും ഞാൻ വിട്ടുപോകണം, എൻ്റെ കുടുംബം എല്ലാം പടച്ചോനെ നിന്നെ ഏൽപ്പിച്ചുട്ടോ. കാരണം വേറെ ആരെ ഏൽപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്കും തടയാനോ ഒരാൾക്കും മാറ്റാനോ ഒക്കെ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും അനുകൂല്യനായ ഏറ്റവും കഴിവുള്ളവനായ അള്ളാനെ ഏൽപ്പിക്കുക, അല്ലേ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുന. ഒരാര് അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ അവൻ അള്ള മതി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ അയൽവക്കക്കാരെ വിളിച്ച് പറയില്ല, ഞങ്ങൾ പോകുക കേട്ടോ, 2 ദിവസം ഉണ്ടാവൂലേ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതൊക്കെ ആവാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട വാതിൽ പൂട്ടണം, അല്ലേ? ഈ തവക്കുലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഒട്ടകത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരാൾ ചോദിച്ച്, റസൂലേ, ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതല്ല
ഒട്ടകത്തിനെ വിട്ടുകാണ്ട് ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കണം, പടച്ചോനെ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാണ്ട് ആണ്ട് വിടണോ അതല്ല കെട്ടിയിടണോ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഒട്ടകത്തിനെ നല്ലൊരു കുറ്റിയിൽ കെട്ട്, എന്നിട്ട് അള്ളാഹനെ തവക്കുലാക്കിക്കളാ. കാരണം കെട്ടിയാൽ തന്നെ നമ്മളെ പരിധിക്ക് അപ്പുറം വേറെ ചില അപകടം വരാണ്ടല്ലോ. ചിലപ്പോൾ കള്ളന്മാർ വന്നേക്കാം, ചിലപ്പോൾ ഒട്ടകം കയറ് പൊട്ടി പോയേക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും മൃഗത്തിൻ്റെ അക്രമങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താ. അത് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുക. നമുക്ക് കഴിയുന്ന കാര്യം ഉണ്ടല്ലോ, ആ കാര്യം നമ്മൾ ചെയ്യും. ഇപ്പം രോഗങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ രോഗവും ചികിത്സ ചർച്ചയാണല്ലോ. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമല്ലോ, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതിയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തല്ല, അതൊരു ചികിത്സാ രീതിയല്ല. ചികിത്സിക്കേണ്ടത് മരുന്നുകൾ കൊണ്ടും ചികിത്സകൾ കൊണ്ടുമാണ്. ആ ചികിത്സകൾ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ആ ചികിത്സകളൊക്കെ സ്വീകരിച്ച് ഫലപ്പെട്ട്, അള്ളാഹുവാണല്ലോ സുഖപ്പെടുത്തുന്നവൻ, അള്ളാഹുവേ രോഗം സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ പനി വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു മരുന്നും കുടിക്കൂല, ഒരു ചികിത്സയില്ല, അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റണേ, രോഗം മാറ്റണേ, രോഗം മാറ്റണേ. അല്ലേ, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരണേ പടച്ചോനാണ്, ഞാൻ ഈ കസാലി കുത്തുന്നുണ്ട്, പടച്ചോനെ എനിക്ക് ഭക്ഷണം തരണേ, എനിക്ക് ഭക്ഷണം തരണേ. അല്ലല്ലോ, അള്ളാഹു എനിക്ക് തന്ന കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിക്കണം. ആ അധ്വാനത്തിൽ ഫലപ്രാപ്തിയും ബർക്കത്തും ഉണ്ടാവാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതേപോലെ രോഗം വന്നാൽ ഞാൻ ചികിത്സിക്കണം. ആ ചികിത്സയുടെ കൂടെ ആ ചികിത്സ ഫലപ്രാപ്തിയിലെത്തി എനിക്ക് സുഖം കിട്ടാൻ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം അതേപോലെ നമ്മൾ ഒരു യാത്രക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. യാത്ര പോകുന്ന നമ്മളെ കാര്യം, നമ്മൾ വിട്ടേച്ച് പോകുന്ന കുടുംബത്തിൻ്റെ കല്ല്. നമ്മൾ ഈ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ, സൗദി അറേബ്യൻ എയർലൈൻസിലോ അല്ലെങ്കിൽ മറ്റു GCCയുടെ ചില എയർലൈനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനം ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാവേളയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പൂർണ്ണമായി ചെല്ലാറുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നിങ്ങനെ ആരംഭിച്ചിട്ടുള്ള ഗാംഭീര്യ, സൗദി എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ ഗാംഭീര്യ ശബ്ദത്തിൽ ആ പ്രാർത്ഥന ഇങ്ങനെ വരുമ്പോൾ അതിൽ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ അൻത സ്വാഹിബു സഫർ. പടച്ചോനെ, ഈ യാത്രയിൽ എൻ്റെ സ്വാഹിബ് നീയാട്ടോ, എൻ്റെ കൂടെ നീണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. അതേപോലെ വൽ ഖലീഫത്ത് ഫിൽ, ഞാൻ എൻ്റെ കുടുംബത്തെ ഒറ്റക്കാക്കി പോന്നേക്കുക. ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്ത റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിച്ചാട്ടോ പോരുന്നത്. എന്താ നിങ്ങൾ അതിൻ്റെയൊക്കെ അർത്ഥം ശരിക്ക് ഹൃദയത്തിൽ തട്ടൽ എപ്പോഴാണ് നിങ്ങൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കുമ്പോഴാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നമുക്ക് സ്വന്തമായിട്ട് ഒരു കഴിവും ഒരു ശേഷിയില്ല, അള്ള തന്ന കഴിവും ശേഷിയല്ലാതെ. ഈ പ്രാർത്ഥന അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചാൽ പിശാച്ച് അവനെ വിട്ടുപോകും. ഒരു പിശാച്ച് മറ്റൊരു പിശാച്ചിനോട് പറയുമത്രേ, സന്മാർഗം പ്രാപിച്ച സംരക്ഷിക്കപ്പെട്ടവരുമായ ഒരാളെ നമുക്കെങ്ങനെ വഴിവെപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് ഇവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമല്ല, ഓൻ പോയിക്കോട്ടെ. ആ പിശാച്ച് നമ്മളെ വിട്ടുപോകുന്ന ഈ പ്രാർത്ഥന മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയാലുള്ള അതിൻ്റെ എന്താ പറയുക, ഒരു നേട്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊന്ന് പ്രവാചകൻ്റെ ചര്യയിലൊക്കെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഈ യാത്രാ സംഘങ്ങളെ പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആ യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാറ് മിൻ ഔവലിൻ നഹാരി. എന്താ ഔവലിൻ നഹാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ ആദ്യത്തിൽ, പ്രഭാതവേളയിൽ, രാവിലെ. അതാണ് ഒരു യാത്രക്ക് പറ്റിയ ഏറ്റവും നല്ല സമയം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ പലപ്പോഴും യാത്ര പോകുമ്പോൾ ആ സമയം തിരഞ്ഞെടുക്കാറുണ്ട് എന്ന് നമുക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കങ്ങനെ കാണാൻ പറ്റും. പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ വക്കാന ഇദാ ബഅസ ശരീഅത്തൻ ഔ ജൈഷൻ ബഅസഹും മിൻ ഔവലിൻ നഹാരി. രാവിലെ തന്നെ, വൈകുന്നേരമാകാൻ നിൽക്കൂല, ഉച്ചരിയാൻ നിൽക്കൂല, രാവിലെ തന്നെ അവരെ പറഞ്ഞയക്കാറുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അതേപോലെ ഒന്നിലേറെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബി സഈദ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ ഖാല. ആ രണ്ട് സഹാബിമാരും പാടെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ
ഫൽയുഅമ്മിറു അഹദഹും. 3 ആൾക്കാർ ഉണ്ടെങ്കിൽ, ഒരു യാത്രയിൽ 3 ആൾക്കാരുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ അമീറായിട്ട് നിശ്ചയിക്കണം. ആ യാത്രയുടെ നേതൃത്വം ഒരാളെ, അയാളുടെ നിർദ്ദേശങ്ങൾ, അയാൾ പറയുന്നത്, അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന വിധം ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി സഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രാവേളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുത്. താഴ്വരകളിലും അതേപോലെ മലഞ്ചെരുവിലൊക്കെ ഇങ്ങനെ ആകെ ഛിന്ന ഭിന്നമായി പോകരുത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അങ്ങനെയായാൽ പിശാചിന്റെ ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞേ. അതുകൊണ്ട് ഫൽയൻസിലു ബഅദ ദാലിക മൻസിലൻ, ആ പ്രവാചകന്റെ കൽപ്പന വന്നതിന് ശേഷം, ഈ സഹാബിമാർ പറയണേ, പ്രവാചകന്റെ ആ കൽപ്പന വന്നതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയാൽ ഒരു തുണി കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടാവുന്ന രൂപത്തിൽ ഞങ്ങൾ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറ്. അല്ലേ? യാത്രയിൽ ഒറ്റപ്പെട്ടു പോവുക, കൂട്ടം തെറ്റിപ്പോവുക, വഴി തെറ്റിപ്പോവുക, ഇതൊക്കെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല മയക്കുമരുന്ന് ലോബികളുടെ കയ്യിൽ അകപ്പെടുക, വൃത്തികെട്ട ഇടങ്ങളിലെത്തുക, അതിൻ്റെ ഒക്കെ ഒരു പ്രധാന കാരണം കൂട്ടം തെറ്റുമ്പോഴാണ്. നമ്മൾ 4 ആളാണെങ്കിലും 4 ആളിങ്ങനെ പോകുമ്പോഴേ അതൊരു സുരക്ഷിതത്വ, വല്ലാതെ മാണ്ടാത്തരത്തേക്ക് പോകില്ല. ആ 4 നിന്ന് ഞങ്ങൾ പോയിക്കോളിട്ടോ, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ എത്തട്ടോ പറഞ്ഞ് നമ്മൾ ഒറ്റക്കാൻ പോയാണ്ടല്ലോ, ആ ഒറ്റക്കുള്ള പോക്ക് നമ്മളെ എവിടെ എത്തിക്കുക അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, ലൗ അന്നന്നാസ യഅലമൂന മിനൽ വഹ്ദതി മാ അഅലമു മാ സാറ റാകിബുൻ ബിലൈലിൻ വഹ്ദന. ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിപത്ത് ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യൂല, പ്രത്യേകിച്ച് രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യൂല. ഒറ്റക്കുള്ള യാത്ര അത് അത്യാവശ്യമല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടില്ല, ഞങ്ങൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടായി റോഡ് സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്, മണിക്കൂറുകൾക്ക് ശേഷം കണ്ടത്, ആരാന്നറിയില്ല, എവിടുന്നാന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളെ പ്രദേശത്ത് ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ 8:30 മണിക്ക് അയാൾ ആശുപത്രിയിൽ എന്നും പരിശോധിക്കാത്ത ആളാണ്. അപ്പോൾ 8 മണിക്ക് അവിടുത്തെ അറ്റൻഡർ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ചീട്ട് കൊടുക്കട്ടെ, അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞതാ. 8:30 എത്തേണ്ട ആൾ 9:30 10 എത്തിയില്ല, വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ അവിടെ പലജാതി തെരച്ചിൽ, ആളെ കാണാനില്ല. പിന്നെ ആരോ ശ്രദ്ധയിൽപ്പെട്ട് റോഡ് സൈഡിൽ ഒരു കാറ് അങ്ങനെ പാർക്ക് ചെയ്ത രൂപത്തിൽ കിടക്കുന്നുണ്ട്. അത് സാധാരണ കാറ് കിടക്കുന്ന ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ തെരഞ്ഞ് വൈകുന്നേരം കാണുന്നത്, അപ്പോൾ ആ കാറിൽ അയാൾ സ്റ്റെയറിങ്ങിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു നെഞ്ചുവേദന തോന്നിയതാവാം, അയാൾ സൈഡാക്കിയതാവാം, അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടതാവാം, എപ്പോഴോ കണ്ടത് നിങ്ങൾ. അതേപോലെ വണ്ടി തട്ടിയാൽ ആരാ അറിയില്ല, എവിടുന്ന അറിയില്ല, എന്നാ അജ്ഞാത മൃതദേഹമായിട്ട് ഏതെങ്കിലും. ഇപ്പം നമ്മളെ പിന്നെയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഒറ്റക്കുള്ള യാത്ര എന്തെങ്കിലും പറ്റിയാലേ നാളേക്കേ അറിയുള്ളൂ. കാരണം നമ്മളെ യാത്ര പലപ്പോഴും ചിലപ്പോൾ രാത്രി വണ്ടി കിട്ടൂല, അപ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങും, രാവിലെ പുറപ്പെടുക, ഉച്ചയാകുമ്പോൾ പെരേക്കെത്തുക. അപ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കാരോ, വണ്ടി കിട്ടിയേക്കൂല, അതേ കാര്യം വരാത്ത, നമ്മളെവിടെയെങ്കിലും അരിച്ചാൽ കിടക്കേക്കാരം വണ്ടി കിട്ടിയിട്ട് അറിയില്ലല്ലോ. അപ്പോൾ റസൂലുള്ള പറയാണ്, ഒറ്റക്കുള്ള യാത്രയുടെ ദുരന്തം, അപകടം അത് എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഒരു യാത്രക്കാരനും പ്രത്യേകിച്ച് രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യൂല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിനൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം തീവണ്ടിയുടെ സ്ലീപ്പറിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത സ്ലീപ്പറിലുള്ള ആളോട് പറയത്രേ, ഇറങ്ങേണ്ട സമയം 5 മണി 6 മണി, ഞാനൊരു 6 മണിക്കാണ് ഇറങ്ങേണ്ടത്, നിങ്ങളൊരു 5:30 ആകുമ്പോൾ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ എന്നോട് പറയണേ, അഥവാ നമ്മളെങ്ങാനും ഇതൊക്കെ ആയിട്ട് അവിടെ കടന്ന് വെറുങ്കലിച്ചാൽ ഈ വണ്ടി ഗുജറാത്തിലോ ഡൽഹിയിലൊക്കെ എത്താൻ 3-4 ദിവസം കഴിഞ്ഞിട്ടേക്കാരോ, ആരും അറിയില്ല. TTR വന്നുകാണ്ട് വേറെ യാത്രക്കാരുണ്ടെങ്കിലല്ല കൊട്ടി വിളിച്ചോളൂ, അല്ലെങ്കിൽ അങ്ങനെ പോകൂലേ. അപ്പോൾ ഒറ്റക്കുള്ള യാത്ര എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഘമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താ പറയുക, ആ സംഘത്തിലെ ഏറ്റവും ദുർബലൻ്റെ കൂടെയൊക്കെയാണ് റസൂൽ. ഇപ്പോൾ 10 ആൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഉംറക്ക് പോകുമ്പോൾ വലിയ നമ്മൾ അമീറായിട്ട് പോകുമ്പോൾ പ്രശ്നം തരങ്ങൾ, ചില ആൾക്കാർ പറയും നമ്മൾ അമീർ ഭയങ്കര സ്ലോ ആണ്,
എന്താ വെച്ചാൽ 40 ആളിൽ 39 ആളും വളരെ ആക്റ്റീവായി കാരണം ഒരു 75 കഴിഞ്ഞാൽ കാക്കുണ്ടാവും. നടക്കാനും കഴിയൂല, നടക്കുമ്പോൾ എനിക്ക് അരച്ച് അയാളിട്ട് പോകാൻ പറ്റില്ലല്ലോ. പ്രവാചകന്റെ ചര്യ എന്താ വെച്ചാൽ നിങ്ങളിൽ ഏറ്റവും ദുർബലന്റെ കൂടെയാണ് ആ അമീർ സഞ്ചരിക്കേണ്ടത്. റസൂൽ അങ്ങനെയാണ്. യാത്രാ സമയത്ത് മുടന്തി ഏറെ പിന്നിലായ ഒരു കുതിരപ്പുറത്ത് വരുന്ന സഹാബി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കൂടെ എത്തി. പിന്നെ ആ മുടന്തിയ കുതിരൻ്റെ കൂടെ പോരുന്നത്. ബാക്കിയുള്ളവർ സ്പീഡിൽ പോകുന്നുണ്ട്, ഒരു ബാക്കിലെ അതിൻ്റെ പേരിൽ പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ ആ ലൈഫായ ആളെ കൂടെയാണ്. അപ്പോൾ യാത്രാവേളയിൽ അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ബാപ്പാരി ഇമ്മാരെ കൊണ്ട് യാത്ര പോകുമ്പോഴേ കുറച്ചുകൂടെ എത്തുമ്പോൾ ഇവർക്ക് നടക്കാൻ കഴിയുക, അതൊക്കെ അരച്ച്. അപ്പോൾ ഒരു കുട്ടിയൊക്കെ അപ്പുറത്ത് പോകണം, ഇവൽക്കാണ് വരാൻ വയ്യ. പിന്നെ നമ്മൾ വാപ്പാനി ഇമ്മാനി ആരങ്ങളോട് വരാൻ പറഞ്ഞേ, വരണ്ട 100 വട്ടം പറഞ്ഞാലേ എന്തിനാ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന്. പിന്നെ ഓരോ ചീത്ത റൈറ്റേക്ക് മാണ്ടാന്നായി അല്ലേ. റൂം എടുത്തിട്ട് AC ഇട്ടിട്ട് AC കയറിയാൽ ശ്വാസം മുട്ടുന്ന വാപ്പയാണ്. അപ്പോൾ വാപ്പ AC കുറക്കാൻ പറഞ്ഞ് കുട്ടിയേക്കാണ് AC 19, 18, 16 ഇട്ടാലും ഓൾക്ക് തണുപ്പാണില്ല. ഓൾക്ക് ഇദ്ദേഹമാണെങ്കിലോ AC ഓണാക്കുമ്പോൾ ഇതിന് കുറച്ചിട്ട് മകൻ പറയാ ഇടങ്ങേറായി വാപ്പാനെയും മാനെയും കൊണ്ടായിട്ട് ഇതാവശ്യം. അപ്പോൾ എപ്പോഴും യാത്ര പോകുമ്പോൾ നമ്മൾ നമ്മുടെ യാത്രാ സംഘത്തിലെ ഏറ്റവും ദുർബലനായ ആൾ ആരാണോ അയാൾക്കനുസരിച്ച് നമ്മുടെ യാത്രകൾ നമ്മൾ ചിട്ടപ്പെടും. അയാൾക്ക് പോകാൻ കഴിയുന്നിടത്തൊക്കെ പോകാവൂ, അയാൾക്ക് കയറാൻ പറ്റാത്ത കുന്നൊക്കെ കയറാൻ പറ്റുള്ളൂ. എത്രയോ ഈ റിസോർട്ടിലൊക്കെ കുടുംബസമേതം പാർക്കാൻ പോയിട്ടേ ഈ റിസോർട്ട് കുന്നിൻ്റെ മേലെ അങ്ങോട്ട് കയറി പോകാൻ കഴിയാതെ അവസാനം പോയ കാറ് താഴെ നിർത്തിയിട്ട് ബാപ്പ കാറിൽ ഇരുന്നുറങ്ങി എന്ന് പറഞ്ഞേ. ഞങ്ങൾ റിസോർട്ട് പോയി, ബാപ്പ കാറിൽ ഇരുന്നുറങ്ങി. എന്താ ബാപ്പാൻ്റെ അവസ്ഥ? പൂതിയായിട്ട് ഉറങ്ങിയല്ലോ, വേറെ മാർഗങ്ങളായിട്ട് ഉറങ്ങിയല്ലേ. അപ്പോൾ യാത്ര സംഘമായ യാത്രകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രാ സംഘത്തിലെ ഏറ്റവും ദുർബലനായ ആളുടെ കൂടെയാണ് പ്രവാചകൻ യാത്ര ചെയ്യാറ്. അങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഒരാൾ യാത്ര പോകുമ്പോൾ അയാൾ നമ്മളോട് യാത്ര ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ അയാളോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സുഹൃത്തേ യാത്രയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂപ്പര് പ്രാർത്ഥിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ പറയണം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? പ്രാർത്ഥിക്കും വേണം. നമ്മൾ സക്കരിയ സ്വലായി അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ, അദ്ദേഹം പറയാറുണ്ട് ഹജ്ജിനും ഉംറയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ മൂപ്പര് അവരോട് പറയുന്ന ഞാൻ പ്രാർത്ഥിച്ചോളാം, പക്ഷേ ഇജ്ജ് പറക്കണ്ടോ, എൻ്റെ കാര്യം ഇതും പറഞ്ഞോളുണ്ടി, ഞാൻ ഓർമ്മ വന്നാൽ ഞാനും പറഞ്ഞോളാം എന്ന് തമാശക്ക് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് യാത്രാവേളയിൽ നമ്മളോട് ആൾക്കാർ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യാത്രയിൽ ഓർക്കണം. അപ്പോൾ എല്ലാവരുടെ പേരും പഠിച്ചോനെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കൊക്കെ അല്ലാഹുവേ അവരുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ, ഓരോ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ എന്ന് ജനറലായിട്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ മാത്രമുള്ള മര്യാദയാണോ? അല്ല, എല്ലാ യാത്രക്കും ബാധക. ഹലാലായ എല്ലാ യാത്രക്കും ഈ പറയപ്പെട്ട മര്യാദകൾ ബാധകമാണ്. അപ്പോൾ ആ യാത്ര പോകുന്നവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. ഒരാൾ നമ്മളോട് യാത്ര ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. അസ്തൗദിഉല്ലാഹ. മുസ്തൗദാറിന് അർത്ഥം നിങ്ങൾക്ക് എന്താ? മുസ്തൗദാറിനാൽ നമ്മൾ ഈ സാധനം എന്തായാലും നമ്മൾ നാടൻ ഇതിൽ പറയാം ഗോഡൗൺ പറയില്ല. അതാ. അപ്പോൾ അസ്തൗദിയ പറയുന്നത് അറിയോ? ഞാൻ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കുന്നു എന്നാണ് അസ്തൗദിഉള്ള. ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. എന്തൊക്കെ? ദീനക്ക, എൻ്റെ ദീന്, വ അമാനത്തക്ക, എൻ്റെ അമാനത്തുണ്ടല്ലോ ഉത്തരവാദിത്ത ബോധം, വിശ്വസ്തത, അത്, വ ഖവാതീമ അമലിക്ക്, നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ പൂർത്തീകരണം, ഇതൊക്കെ ഞാൻ അള്ളാഹനെ ഏൽപ്പിക്കുക. അതിലും വലിയൊരു ഏൽപ്പന വേറെ ആരെ ഏൽപ്പിക്കാനുള്ളത്? പക്ഷെ അത് പറയുമ്പോഴേ അത് മനസ്സ് തട്ടി പറയണം, പറയണോനും കേൾക്കണോനും. കാരണം ഞാൻ ഒരാളപ്പോൾ എന്നോട് ഇപ്പോൾ ഒരു വഴിക്ക് പോകുക പറയുമ്പോൾ നിങ്ങളുടെ ദീനും നിങ്ങളെ എല്ലാ നന്മകളും ഞാൻ അള്ളാഹനെ ഏൽപ്പിക്കുക, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല സൂക്ഷിപ്പ് സ്ഥലമായ അള്ളാഹനെ ഏൽപ്പിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഏയൊക്കെ തോന്നണം എന്നോട് എന്തോ ഒരു സ്നേഹമുള്ള ആളാണ് എന്നോക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
അല്ലേ? അതേപോലെ തന്നെ എനിക്കും വേണം. ഞാൻ ഒരു മനുഷ്യൻ എന്നോട് യാത്ര ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട 3 കാര്യങ്ങൾ ആ യാത്രയിൽ നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാനെ ഏൽപ്പിക്കാൻ, ഞാൻ വേറെ ആരെയല്ല, ഞാൻ അള്ളാനെ ഏൽപ്പിക്കുകയാണ്. അത് നല്ലൊരു യാത്രയപ്പാണ്. അപ്പോൾ ആ പ്രാർത്ഥന, യാത്രയപ്പിൻ്റെ വേളയിൽ ആ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ മറക്കാതെ ആ പ്രാർത്ഥന നമ്മൾ ഉൾക്കൊള്ളുകയും ആ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുകയും വേണം നമ്മളൊക്കെ എപ്പോഴും കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ കൂടുതൽ യാത്രകൾ വിനോദയാത്രകളാണ്. വിനോദയാത്രകൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ, ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കുട്ടികളെ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി സജ്ജരാക്കുമ്പോൾ നമ്മളെ ഒരു 10-40 വയസ്സൊക്കെ പ്രായമായ ആളുകളുടെ പഴയ കാലത്തെ വിനോദയാത്രകളും ഇപ്പോഴത്തെ ഒരു 10-20 വയസ്സിൻ്റെ താഴേക്കുള്ള കുട്ടികളുടെ വിനോദയാത്രകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. പണ്ട് കാലത്തൊക്കെ വിനോദയാത്രകൾ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ കാണാൻ, ചരിത്രം പഠിക്കാൻ, നടന്ന് അനുഭവിക്കാൻ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ അതിനൊന്നും ഒരു താല്പര്യമല്ല. അവർക്കൊരു വൈബാണ്. അവർക്കൊരു ഫോട്ടോ എടുക്കണം, ഭക്ഷണം കഴിക്കണം. എവിടെയൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ പൈസ കൊടുത്ത് പോയാൽ എവിടെ കുട്ടികളെവിടെ ഓരോ റൂമിലുണ്ട്, ഓരോ മലന്ന് കടന്ന് കാൽമകാലം വെച്ച് കണ്ട് അങ്ങനെ മൊബൈലിൽ സ്റ്റാറ്റസ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ ഫോട്ടോ ചെരിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് ഭക്ഷണം വരുമ്പോൾ മന്തിൻ്റെ ഫോട്ടോ, കോയിൻ്റെ ഫോട്ടോ, ഓരോ ടൂർ അതാ. അവിടെ നിന്ന് പോയൊക്കെ അവിടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ഉണ്ട്, ദത്ത് സമ്മർ പാലസ്, ആ വെയിലുള്ള എന്നെ കൊണ്ടാവില്ല അറിയാം അല്ലേ? അതാണ് പുതിയ ട്രെൻഡ്. അപ്പോൾ ഈ യാത്രയിൽ, ഇപ്പോഴത്തെ പുതിയ യാത്രകളിൽ ആ യാത്രാവേളയെ ആനന്ദഭരിതമാക്കാൻ കുറേ സംഗതികൾ, പ്രധാനമായിട്ട് പാട്ടുകൾ, ഡാൻസുകൾ, മ്യൂസിക്, ഇത്തരം കാര്യങ്ങളൊക്കെ മതവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ യാത്രാവേളയിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത് നമ്മുടെ യാത്രയിലെ തെക്കുവയെ ചോർത്തിക്കളി. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ അധ്യാപകനോട് പറഞ്ഞത്, മുസ്താദെ, ഒരു 6 കൊല്ലം ഒരു കുട്ടിക്ക് നമ്മൾ ധാർമ്മികത പഠിപ്പിച്ച് ആ കുട്ടീനെ ഉഷാറാക്കിയാൽ ഓൻ്റെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു 6 ദിവസത്തെ ടൂർ പോയാൽ നിങ്ങൾ 6 കൊല്ലത്തെ എല്ലാ ധാർമ്മികതയും ഒലിച്ചു പോകുന്ന ഒരു 6 ദിവസം. അങ്ങനെയാണല്ലോ. എത്ര ടൂറിൻ്റെ ചാർജ് എത്രയാ? 10,000 റുപ്യ, 20,000 റുപ്യ. എത്ര ദിവസം? 10 ദിവസം. എവിടെയാണ്? ഡൽഹി, ആഗ്ര, ഹൈദരാബാദ്, കാശ്മീർ, മണാലി, അങ്ങനെ അങ്ങോട്ട് പറയാണ്. ചെറുതൊന്നുമില്ല. മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ പട്ടികയിലല്ല. അതൊക്കെ LP സ്കൂളിലെ കുട്ടികൾ പോണതാ. ഒരു UP ആയാൽ പിന്നെ അങ്ങോട്ട് പോകുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എവിടൊക്കെയാണ്? എൻ്റെ കോളേജിലെ ആൺകുട്ടികൾ പറഞ്ഞു, സാറേ നമുക്ക് ടൂർ പോകല്ലേ. അപ്പോൾ നമ്മളവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കോളേജിൻ്റെ കീഴിൽ പോകണമെങ്കിൽ ഇവിടുത്തെ അധ്യാപകരെ കൂടെ കൂട്ടണം. അവർക്ക് അധ്യാപകരില്ലാതെ പോകാൻ ഇഷ്ടം. അതുപോലെ വീട്ടുകാർ വിടൂല, കോളേജിനുണ്ടെങ്കിലേ വിടുള്ളൂ. അപ്പോൾ അതൊക്കെ ലേശം പിടുത്തുള്ള ബാപ്പാറായിട്ടോ. അല്ലെങ്കിൽ നമ്മളൊന്നും പല മക്കളെയും ടൂറിൻ്റെ കാര്യത്തിൽ ബാപ്പാക്കൊരു അധികാരമല്ല, ചോദിക്കണ പൈസ കൊടുക്കല്ലാതെ. അപ്പോൾ അവസാനം അധ്യാപകരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അധ്യാപകരെ കൊണ്ടുപോയിട്ട് അവർ രാവിലെ ഫ്രഷപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് എത്തുകയാണ്. എത്തിയിട്ട് ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ തന്നെ റിസപ്ഷനിസ്റ്റ്, ഇതൊക്കെ പഠിച്ച കള്ളന്മാരല്ലേ, അധ്യാപകർ വരും പറഞ്ഞ് ഞങ്ങളെ 3 ആളെ വിളിച്ച് സ്വീകരിച്ച് ഭയങ്കര സ്വീകരണം, ചായ തന്ന് ഞങ്ങളൊരു മുറിയിലാക്കി വാതിലടിച്ച്. ഈ കുട്ടികൾ പിന്നെ വേറെ എങ്ങോട്ടോ പോണേ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി സത്യം ഞങ്ങൾ ഈ കുട്ടികളെ നോക്കാൻ വന്നോല. ഞങ്ങൾക്ക് പിന്നെ ഈ കുട്ടികളെ എവിടെയെന്ന് അറിയില്ല, ഓല എഴുതിയാൽ പോയത് അറിയില്ല, ആരോടാ ചോദിക്കേണ്ടി അറിയില്ല. പിന്നെ ഒരു 8-9 മണിയായപ്പോൾ ഭാഗ്യത്തിന് കുളിച്ചൊക്കെ വന്നു. നിങ്ങൾ എവിടെയാണ്? ഇല്ല സാറേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിനി. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും അധ്യാപകരുടെ കൂടെ നമ്മൾ മക്കളെ മാഷുമാരുണ്ടല്ലോ, ഒരെണ്ണ അധ്യാപകരുണ്ടല്ലോ, ഈ രൂപത്തിൽ പറഞ്ഞേക്കുമ്പോൾ പോലും അവിടെ നടക്കുന്ന ചതി എന്താ പറയുക, ഈ അധ്യാപകരെയും കുട്ടികളെയും ഇങ്ങോട്ട് വേർപ്പെടുത്തിയിട്ട് പിന്നെ കുട്ടികളുടെ ലോകത്തിലേക്ക് ഈ അധ്യാപകർക്ക് ഒരു പ്രവേശനമല്ല. പെരിയിൽ ഉമ്മയും ബാപ്പി എന്താ വിചാരിക്കണേ, ഈ മാസ്റ്റർ ഉണ്ടല്ലോ, ആ മാസ്റ്റർ ഉണ്ടല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എവിടെ ആ മാസ്റ്ററും ഈ മാസ്റ്ററൊക്കെ ഒരു മൂലക്കാക്കിയൊക്കെ വരും. പിന്നെ ഇവർ വേറൊരു ലോകത്താണ്. അപ്പോൾ ഈ യാത്രാവേളയിൽ ഹറാമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ ഹറാമുകൾ സംഭവിക്കുന്ന വഴികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവാൻ, അത് നമ്മളെ യാത്രയിലാവട്ടെ മക്കളുടെ യാത്രയിലാവട്ടെ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. ഈ സംഗീതത്തോടു കൂടിയ ഇത്തരം പാട്ടുകൾ, അതേപോലെ ഈ ആർഭാടത്തിൻ്റെ നിലമറന്ന് തുള്ളുന്ന ഡാൻസുകൾ, അതോടൊപ്പം തന്നെ അതിന് ഊർജം പകരുന്ന ലഹരികൾ, പല രൂപത്തിലുള്ള ലഹരിയുടെ ഉപയോഗങ്ങൾ, ഇതൊക്കെ യാത്രാവേളയിൽ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറ്റം കയറുമ്പോൾ
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലേ? വിമാനം പൊന്തുമ്പോൾ അതുകൊണ്ടാണ് എയർലൈൻസിലൊക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. അങ്ങനെ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്നും, ഇറക്കമിറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന ആ ദിക്റുകൾ പ്രവാചകന്റെ യാത്രയിൽ കാണാമായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ അവസാനിപ്പിക്കും മുമ്പ് പറയേണ്ടത്, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, യാത്രാവേളയിൽ നമ്മുടെ മതപരമായ കൽപ്പനകൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്. ഒന്ന്, നമ്മുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം. പലപ്പോഴും യാത്രാവേളയിൽ സ്ത്രീകളോട് നിങ്ങൾക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന തടസ്സം എന്താ? നിങ്ങൾ നിസ്കരിക്കാൻ പറ്റിയ ഡ്രസ്സില്ലല്ലോ, നിസ്കാര കുപ്പായമില്ലല്ലോ. നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞ ഒരു കുപ്പായം തന്നെ ഇസ്ലാമിലില്ല. അതെന്നെ ഒരു വേറെ എവിടുന്നോ കയറി വന്നതാ. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കണ ഏത് വസ്ത്രം ഉപയോഗിച്ചും അവൾക്ക് നിസ്കരിക്കാം. അതിന് വേറൊരു മറുവശം കൂടി ഉണ്ട്. നിസ്കരിക്കാൻ പറ്റുന്ന വസ്ത്രമേ അവൾ ധരിക്കാവൂ. അപ്പോൾ യാത്രാവേളകളിൽ വസ്ത്രധാരണത്തിൽ പ്രത്യേകിച്ച് സഹോദരിമാർ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. യാത്ര ആയാസകരമാവാനും അതേപോലെ യാത്രയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കപ്പെടാതിരിക്കാനും അതേപോലെ പല ജാതി ആളുകളല്ലേ. ഇപ്പോൾ രാത്രിയൊക്കെ KSRTC ബസ്സിലൊക്കെ സ്ത്രീകളെയും കൊണ്ട് കയറേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഇടങ്ങേറ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ 2 സഹോദരിമാരായിട്ട് ഒരു രാത്രി യാത്രയിൽ KSRTC ബസ് കയറിയിട്ട് ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഫുള്ള് ചാർജ് ഞാൻ കൊടുത്തിൻ്റെ നാട്ടിക്ക്. പക്ഷെ ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പ്രയാസം. ബസ്സിൽ പല ജാതി ആളുകളാണ്. എല്ലാ തിന്മകളുടെയും വിളനിലങ്ങൾ ഈ രാത്രികളിൽ നമുക്ക് ഇത്തരം യാത്രാവേളകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ, അതേപോലെ പുരുഷന്മാർ. ഇപ്പോൾ ഞാനൊരാളോട് ഇപ്പോൾ നിസ്കരിക്കല്ലേ, അപ്പം എന്നോട് പറഞ്ഞേ ഇത് ഈ പാൻ്റ് ഇട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അന്ന് ഈ ഇടുങ്ങിയ പാൻറ്റിൻ്റെ കാല ഈ ഡിസൈനൊക്കെ മാറല് എത്ര പെട്ടെന്നല്ലേ. ഇങ്ങനെ പുട്ടുംകുറ്റിക്ക് ഇറക്കണമാർക്ക് ഇറക്കണ കാല്. എൻ്റെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് കണ്ട പാൻറ്റ് വലിച്ചേറ്റിനെ. ഇപ്പം ഈ പെരുന്നാൾക്ക് ഇട്ട പാൻറ് ഉണ്ടല്ലോ, ഒരു കാലിൽ കൂടെ വേണമെങ്കിൽ ഓന് 2 ഇട്ട് ഇറങ്ങിപ്പോകാം. അജാതി കാല എത്ര എളുപ്പം പാൻറ്റിൻ്റെ ഒക്കെ കാലിൻ്റെ വലിപ്പൊക്കെ. ആരാണ് അവ ഈ ഡിസൈനുകളും ഈ ഫാഷനൊക്കെ ഇത് എവിടുന്ന വരുന്നാവോ? ഭയങ്കര മാറ്റം. അങ്ങനെ എന്താ പറയുക, എതിരായിട്ട് കഴിഞ്ഞ പെരുന്നാൾ വരെ എങ്ങനെയാണ് പുട്ടുംകുറ്റി ഇറക്കിയ മാരിക്കില്ല, റബ്ബർ ഈ എന്താ പറയുക, ഈ റബ്ബർ തൈന് കൂടെ ഇറക്കിയ മാരിക്കല്ല. അത്ര ടൈറ്റായ പാൻറ്റേന്. ഈ പെരുന്നാക്കത്തെ പാൻറ്റ് നല്ല രസമുണ്ട്. അതിൻ്റെ ഇറക്കൊന്ന് കുറഞ്ഞ് കിട്ടിയ ഉസാറായി. അത് മടമ്പിൻ്റെ മേലെ അങ്ങനെ വെട്ടുന്ന ഒരു ഫാഷൻ ചിലപ്പോൾ 2 കൊല്ലം കൊണ്ടൊക്കെ വലിയ കാരം ബന്ധ് കിട്ടിയ സംഗതി ഉസാറാവും അല്ലേ. അപ്പോൾ അതേപോലെ ഇയാളെന്താ പറഞ്ഞാലോ, ഈ മൂത്രമൊഴിച്ചാലേ എങ്ങനെ മൂത്രമൊഴിച്ചാലും പാൻറ്റിലാവും. കാരണം ആ പാൻറ്റ് അത്ര ടൈറ്റാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ഏത് നിസ്കാരം നിങ്ങൾ ഫുള്ള് നിസ്കാരവും ഒരു പെരീക്ക് വെച്ചേക്കാം. അപ്പം അങ്ങനെ അത്തരം വസ്ത്രങ്ങൾ, മതപരമായ കൽപ്പനകൾ പാലിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ യാത്രാവേളയിൽ ഒഴിവാക്കണം. മറ്റൊന്ന്, നിസ്കാരം ഒരു കാരണവശാലും, നമസ്കാരം എന്നത് ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ, ആ ബാങ്ക് കൊടുക്കുമ്പോൾ ജീവനോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ ഈ ദുന്യാവിൻ്റെ മുകളിലുണ്ടോ, ആ നിസ്കാരം നമുക്ക് നിർബന്ധം. അത് മരക്കൊമ്പത്തായാലും വളക്കുജിലായാലും ഫ്ലൈറ്റിലായാലും സ്പേസിലായാലും എവിടെയാണെങ്കിലും ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ, ആ ബാങ്കിൻ്റെ നിസ്കാരം നമുക്ക് നിർബന്ധം. അത് യാത്രാവേളയിൽ നിർബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇപ്പോൾ പ്രവാചകൻ യാത്ര പോകുന്നത് ഒരു 3 മണിക്കാന്ന് വിചാരിക്കുക, ഉച്ചക്ക് 3 മണിക്ക് യാത്ര. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നാട്ടിൽ നിന്ന് ളുഹുറും അതിൻ്റെ കൂടെ അസറും നിസ്കരിക്കും. നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ ഖസറാക്കരുത്, ഒന്നിച്ച് നിസ്കരിക്കുക. ളുഹുർ 4 റക്അത്ത്, അസറും 4 റക്അത്ത്. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ളുഹുർ 4 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഒരു ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് അസർ 4 റക്അത്ത് നിസ്കരിക്കുക. എവിടുന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ. ഇനി നമ്മൾ യാത്ര പോകുന്നത് 11 മണിക്കാണ്. 11 മണിക്കാണ്, ളുഹുറായിട്ടില്ല, അസറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അസറിന് ശേഷം നമ്മൾ എവിടെ ചെന്നിറങ്ങുന്നുവോ അവിടെ നമ്മൾ ളുഹുറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം. അപ്പോൾ എങ്ങനെ നിസ്കരിച്ചാൽ മതി? നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് 4 റക്അത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തായി നിസ്കരിച്ചാൽ മതി. ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാണ്?
ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം, അഥവാ ളുഹ്ർ ആദ്യം നിസ്കരിക്കുക 2 റക്അത്ത്, എന്നിട്ട് ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ അസർ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി നമ്മൾ ളുഹ്റിൻ്റെയും അസറിൻ്റെയും സമയത്തും യാത്രയിലാണ്, നമ്മളൊരു 8 മണിക്കേ വാഹനത്തിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ളുഹ്റും അസറും ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക. വാഹനത്തിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാം, നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഖിബിലയുടെ പൊസിഷനിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക. നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞോ മറിഞ്ഞോ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ആ നിസ്കാരം തുടരുക. വേറെ ചില അഭിപ്രായങ്ങളിൽ അങ്ങനെ ഖിബിലയുടെ ദിശ നമുക്ക് യാത്രയിൽ കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് കിട്ടുന്ന ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ബാങ്ക് കൊടുക്കുക, ഒളു പകരമാണെങ്കിൽ തയമം ചെയ്യുക. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് മുമ്പിലെ സീറ്റിൽ, അത് വിമാനത്തിലായാലും ബസ്സിലായാലും അതല്ല നമ്മൾ പിന്നെ ട്രെയിനിലായാലും എവിടെയാണെങ്കിലും ഒരു ശുദ്ധമായ പ്രതലത്തിൽ എവിടെയാണോ അടിക്കുക, ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, അങ്ങനെയാണ്. ഒരു ശുദ്ധമായ പ്രതലത്തിൽ നിങ്ങൾ അടിക്കണം. ഹജ്ജിനൊക്കെ പോകുമ്പോഴേ തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൊണ്ട് മുറിഞ്ഞാൽ അവിടെ ഒതുക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ അത് അറിയണവനെ അറിയുള്ളൂ. അല്ലാത്ത പെണ്ണുങ്ങളെയും കൂടെ കൂട്ടി തവാഫിന് ആളാണെങ്കിൽ ഓളം നിർത്തിക്കാണ്ട് പിന്നെ ഒതുക്കാൻ പോയാൽ വരുമ്പോഴത്തിന് ഹജ്ജ് കഴിഞ്ഞു പോകും. അപ്പോൾ ഇട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ തിരക്കുള്ള സമയത്താകുമ്പോൾ തയമം ചെയ്യാമെന്നാണ്. എവിടെ തയമം ചെയ്യുക? തയമം ചെയ്യാൻ വേണ്ടി കുമ്പിട്ടാൽ പിന്നെ അവനെ നീരാൻ പറ്റില്ല, അവനെ മേലെ കൂടെ ആൾക്കാർ കയറി പോകും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞുതരോ, നമ്മുടെ തൊട്ട് മുമ്പിൽ ആളുണ്ടല്ലോ, ഓൻ്റെ പുറത്തടിക്കാൻ കിട്ടുക, അവിടെ അടിച്ചാൽ ഓൻ ചൂടാവും. ചിലപ്പോൾ അതൊന്ന് പറഞ്ഞാൽ മെല്ലെ അടിച്ചിട്ട് വേറൊരു മാർഗമല്ല, ഇത് എവിടെയെങ്കിലും അടിക്കണ്ടേ. അപ്പോൾ ഒരു പ്രതലം കിട്ടുമെങ്കിൽ, ഒരു വൃത്തിയുള്ള പ്രതലം കിട്ടുമെങ്കിൽ അവിടെ അടിക്കാം. അപ്പോൾ യാത്രാവേളയിലാവുമ്പോൾ, സീറ്റിൽ യാത്രാവേളയിലാവുമ്പോൾ മറ്റേ സീറ്റിൻ്റെ ഭാഗത്തോ എവിടെ വെച്ചാൽ അടിക്കുക. നമ്മൾ തയമം ചെയ്യുക എളുപ്പട്ടോ. പല ആൾക്കാരും തയമ്മത്തിൻ്റെ ആ അതിൻ്റെ ആ ലാളിത്യം അറിയില്ല, അതുകൊണ്ട് നിസ്കാരം അങ്ങോട്ട് ഒഴിവാക്കും. നിസ്കരിച്ച ദിവസമായി 2 ദിവസമായി യാത്രയാണ്, നിസ്കാരമല്ല ഒന്നുമില്ല. നിസ്കാരം ഒഴിവാകരുത് കേട്ടോ, നിസ്കാരം ഒഴിവാകുന്ന പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ജമ്മും ഖസറുമായി നിസ്കരിക്കേണ്ട നിയമങ്ങൾ പഠിക്കുക, തയമ്മത്തെക്കുറിച്ച് പഠിക്കുക. ഒരു കാരണവശാലും നിസ്കാരം യാത്രാവേളയിൽ ഒഴിവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകളൊക്കെ യാത്രയിൽ വർദ്ധിപ്പിക്കുക. കാരണം നമ്മുടെ ഒഴിവ് സമയം എന്നത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നിയമത്താണല്ലേ, അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒഴിവ്. അപ്പോൾ യാത്രാവേളയിലൊക്കെ വെറുതെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് ഇയർഫോണും വെച്ച് ഇരിക്കുന്നതിന് പകരം നമ്മൾ ഖുർആൻ ഓതുക. നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടാവുമല്ലോ, ഖുർആൻ ഓതുക, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ യാത്രാവേളകളെ നമ്മൾ ധന്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോൾ അനുവദനീയമായ ഭക്ഷണമാണോ ഹലാലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാംസാഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അറുത്തതാണ് എന്ന് ഉറപ്പുള്ളിടത്തുനിന്ന് മാത്രം കഴിക്കുക. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കന്ന് കച്ചവടക്കാരുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തിരുപ്പൂരൊരിക്കൽ ഒരു ചന്തയിലേക്ക് ഈ വലിയ പെരുന്നാൾ സമയത്ത് കന്നെടുക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ, അപ്പോൾ ഞാൻ പറഞ്ഞു ചന്തയ്ക്കല്ലേ നല്ല ബീഫൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് ബീഫ് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ അങ്ങനെ ചന്തയുടെ ഒരു ഭാഗത്തുണ്ട് ബീഫ് വിൽക്കുന്ന സ്ഥലം. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു രീതി നമ്മൾ കണ്ടത്. അവിടെ പിന്നെ ഈ കന്നുകുട്ടികളെ, പോത്തുംകുട്ടികളാണ്, ഒരു 50-60 കിലോ ഭാരം, അങ്ങനത്തെ കുട്ടികളെ ഇങ്ങനെ നിലത്ത് തള്ളിയിട്ടിട്ടേ ഒരു തരം ചുറ്റിക കൊണ്ട് ഈ 2 കൊമ്പുകൾക്കിടയിൽ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ 4-5 അടി അടിക്കുമ്പോൾ ഈറ്റങ്ങൾ വീണ് പെടയുമ്പം ജീവൻ പോകാവുന്ന സമയം അതിനെ മുമ്പ് തന്നെ അറുത്തുകാണ്ട് ഇറച്ചിയാക്കി വിൽപ്പന നടക്കുകയാണ്. അപ്പോൾ നമ്മൾ തിന്നപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ഒരു മുസ്ലിം കൾച്ചറിൽ ആ സംസ്കാര പ്രകാരം അറുത്തതാണ് എന്ന് ഉറപ്പുള്ളിടത്തുനിന്ന് മാത്രം മാംസാഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യം വിട്ടൽ പോയാൽ പിന്നെ പ്രത്യേകത്തൊക്കെ പന്നി മാംസമൊക്കെ ഇപ്പോൾ സാർവത്രികമായില്ലേ. പണ്ടൊക്കെ അവിടെ ഇപ്പം എല്ലായിടത്തും നമ്മൾ ബീഫ് കഴിക്കുന്ന ഹോട്ടലിൽ തന്നെ അതേ കിച്ചണിൽ തന്നെ പോർക്ക് പാകം ചെയ്യുന്ന ഹോട്ടലുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സാർവത്രികമായി. അതുകൊണ്ട് അത്തരം ഭക്ഷണം, ഈ മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക.
അത് മറ്റുള്ള ആഹാരങ്ങൾ പറ്റുമെങ്കിൽ അതേക്കാൾ നല്ലത്. ഇപ്പോൾ ചൈനയിലൊക്കെ പോകുന്ന ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, നോൺ മുസ്ലിം സുഹൃത്തുക്കളുടെ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹലാൽ ഹോട്ടലുകൾ തിരഞ്ഞു പോകും. അപ്പോൾ അറബികളുടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ അറബ് രാഷ്ട്രത്തിലുള്ള ആളുകളുടെ ഹോട്ടലുകളുടെ ഒരു ഏരിയ ഉണ്ടെന്നാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം അവിടെ എന്തായാലും അങ്ങനത്തെ ഭക്ഷണം ഉണ്ടാവില്ല, ആ ഒരു ധൈര്യത്തിനാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാറ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഭക്ഷണ കാര്യങ്ങൾ യാത്രയിൽ ഹറാമോ ഹലാലും നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കണം, പരിശോധിക്കണം. അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി തഖ്വ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. നല്ല പ്രാർത്ഥനയോടെ, നല്ല ഉദ്ദേശത്തോടെ, നല്ല പ്രവർത്തനങ്ങളോടെ, ഹലാലായ സമ്പത്ത് കൊണ്ട് നല്ല യാത്രകൾക്ക് ഇറങ്ങുക. യാത്രാവേളയിലുടനീളം അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ സജീവമാവുക. നമ്മുടെ മതത്തിനെ ദുർബലമാക്കുന്ന അനാവശ്യമായ വിനോദങ്ങൾ, ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ, ഹറാമായ നോട്ടങ്ങൾ, ഹറാമായ സംസാരങ്ങൾ, ഇതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പുലർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.